1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800-800-20. നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, മണിക്കുട്ട, പ്രസാദ് ഏട്ടാ. നമസ്കാരം. നിങ്ങൾ റെഡിയാണോ? ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. വിളിക്കൂ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയുടെ ടീം പത്തനംതിട്ട. റെഡി? ഡാഷ് കൊട്ടാരത്തിൽ ഹരി, സുഹിത്ത്. ഒരു നല്ല കൈഡി. ഇന്നത്തെ സർക്കസിന് ഞാൻ പൊളിക്കുന്നു. ഞങ്ങളുടെ ആശാന് ഒരു ധാരണയുണ്ട്. അപ്പം നമുക്ക് സംഭവം ഒന്നും അറിയത്തില്ല, നമ്മൾ ചെന്നില്ലേലും കുഴപ്പമില്ലെന്നാ. അതുകൊണ്ട് ഞാൻ സുഭാഷിനെ മാറ്റിയിട്ടുണ്ട്. സുഭാഷ് ഞാൻ കൂടെ ഒരു കമ്പനി ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. ഇനി അവനൊന്ന് വന്നാൽ മതിയായിരുന്നു. അയ്യോ, ഹലോ. അണ്ണാ, ഞാനത് അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഞങ്ങൾ ഇനിയും തൊട്ടില്ല, കമ്പനിയിലില്ല. ഞങ്ങൾ പണിയൊക്കെ പഠിച്ചു, ഞങ്ങളിങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഞങ്ങളെ നോക്കണ്ട. ഓക്കെ, കവലയിൽ ആൾ പോകുന്നതിന് മുമ്പേ തുടങ്ങാം. വിസിൽ മുതൽ ചീറ്റി തുടങ്ങി. അയ്യ, അടിപൊളി. നിക്ക് ഇങ്ങനെ. അല്ല, നീ ആശാനായി പോകും. അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യം. അന്നാ നീല കണ്ണാടിയും വെക്കരുത് മുഖത്ത്. അതെന്താ അത് വെക്കരുത്? നിങ്ങളും ആശാന, ഞാനും. എനിക്ക് ആശാനായാലും എന്താ ആകരുത്. ആകുമല്ലോ. എടാ, ഞാൻ മതിയടാ. ഇടയ്ക്കെങ്ങാണോ ഒരു ചെറിയ സമയത്ത് ഞാനൊന്ന് ആശാനായിക്കോട്ടെ. ചെറുതായിട്ട് ഇറങ്ങാം. നിനക്കൊരു കൊച്ചൊരു അനിയനില്ലായിരുന്നോ? അവനെ കൂടെ കൊണ്ടുവരത്തില്ലായിരുന്നു? എന്തായാലും ചുമ്മാ കുത്തി മറിയുകയും ചെയ്തില്ലായിരുന്നോ? അത് ഞാൻ ചെയ്തോളാം. ഞാൻ ഇത്ര വരാൻ താമസം എന്തോന്നറിയോ? ഇന്നലെ ആശാൻ പറഞ്ഞില്ലേ ട്യൂബെല്ലാം പ്രാക്ടീസ് ചെയ്യണം, തല്ലിപ്പൊട്ടിക്കുന്നു. അത് പഠിച്ചോ? പാടിച്ചോന്ന്. ഈ ഒറ്റ ഒരു പോസ്റ്റിന്റെ ഉള്ളൂ ഞങ്ങളുടെ വീടിന്റെ അടുത്തേക്കുന്ന ആ പോസ്റ്റിന്റെ. അത് മാത്രം കൂടെ തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈസിയായി പരിപാടി. അപ്പൊ ഇനി കേസും വഴക്കുമായി മുന്നോട്ട് പോവാ. അണ്ണോ, എന്തോ ചെക്കിംഗ് ആയിരുന്നു ഞാൻ വന്നപ്പോ. അവിടെ എവിടെ? വഴിയിലോ? വഴി ചെക്കിംഗ് ഉണ്ടോ? നീ പറയുന്നത് കാര്യമായി. ഞാൻ ഉടനെ വരാം. എവിടെ പോകും? എനിക്ക് ആ ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. എന്റെ പല്ല് വലിയ ആളല്ലെന്ന് അവിടെ പോലീസുകാർ വണ്ടിയെല്ലാം കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. വണ്ടിയോ? എന്റെ ബൈക്കില് നടന്നു കയറുന്ന പോലീസ് പിടിച്ചാലും കണ്ട് നിൽക്കുവോ? പിന്നെ ഞാൻ ഈ വിരലയിലുണ്ടല്ലോ ഒറ്റ നിപ്പം അങ്ങനെ നിർത്തിയേ. പോലീസ് കവർ ചെയ്ത് നീ പോയി കാണുമല്ലോ. പിന്നെ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൂടെ ഞാൻ എന്തോ ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, നിന്റെ ഡയലോഗ് കൂടെ തുടങ്ങി. അത് ആദ്യമേ ഇതിനെ കുറിച്ച് നല്ല ഓഡിയൻസ് ആണെന്ന് തോന്നുന്നു. നമ്മള് അവിടുത്തെ പരിപാടിക്ക് അത്ര ആൾക്കാർ പോരല്ലയോ? എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം അല്ലടാ. അപ്പൊ അതിന് രണ്ട് പിന്നെ നമ്മുടെ ആശാൻ കാണിക്കുമ്പോൾ വലിച്ചു വരെയുള്ള കളിയൊന്നും ഇല്ല. ലിസ്റ്റും പ്രകാരം അത് മതി. ഞാൻ പറയുമ്പോ ഓർഡർ. ഓക്കെ ഓക്കെ ഓക്കെ, തുടങ്ങിയോ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളുടെ രാജ്യത്ത് ഇപ്പൊ എന്താണ് നടക്കുന്നത്? വിശിഷ്ട സേവാ മെഡൽ നേടിയ നമ്മുടെ ഈ ഭാരതത്തില് എന്താണ് ഉണ്ടായത്? അങ്ങ് അമേരിക്കയിൽ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്കയിൽ നടന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയട്ടെ, 2 വർഷമായിട്ട് നിന്റെ അച്ഛൻ തളർന്ന് നടക്കുക. അത് നടത്തി എന്തെങ്കിലും ജീവിക്കാൻ നോക്ക്, അതൊന്ന് രക്ഷപ്പെടട്ടെ. അമേരിക്കയിൽ എന്തുവാ നടന്നേ? നീ എന്തിനാ തിരക്കുന്നേ? അത് പോട്ടെ, അമേരിക്ക എന്തോ നടന്നു. എന്തുവാ നടന്നെന്ന്? അമേരിക്ക നടന്ന കാര്യമല്ല നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുമോ? നീ വിളിച്ചു പറഞ്ഞത് എന്തുവാ? അതിനെ കുറിച്ച് പറഞ്ഞ അതേ പിടിച്ച് ഞാനത് നമുക്ക് വേറെ ഇങ്ങോട്ട് പോകാം. പരിപാടിയെ കുറിച്ച് പറയാം. അപ്പം സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൺകെട്ടു മായാജാല സർക്കസ് വിദ്യകളാണ് ഇവിടെ നടക്കുന്നത്. കൊച്ചുകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ആരും ഇത് അനുകരിക്കരുതെന്ന് ആദ്യം തന്നെ പറയണം. മുതിർന്നവരോടൊരു കാര്യം, കൊച്ചുകുട്ടികളോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഒന്ന് കുത്തി പറഞ്ഞോ. അപ്പൊ ആദ്യത്തെ പ്രകടനം ആരംഭിക്കുകയാണ്. മതി, കൊടൽ പറയും. മതി. പ്ലീസ്. ഇതെങ്ങനെ ഒപ്പിച്ചു നീ? ഇത്ര ആൾക്കാരെ കണ്ടപ്പോ ഒരു അടിപൊളി. നമ്മളിത് പൊളിച്ചടുക്കും. ആദ്യത്തെ ഫസ്റ്റ് മാജിക്ക്. നീ ഒന്ന് കൊട്ടിക്കടാ. താത്തോയ് കണ്ടോ, ഇത് ഒരു ബുക്കാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല.
കണ്ടല്ലോ ഉണ്ടോ നോക്കൂ ഒന്നുമില്ല ഒന്നുമില്ല ഉറപ്പ് ഓക്കെ ഒന്നുമില്ല ആ നിർത്തിക്കേ അപ്പൊ എന്റെ കണ്ണിന്റെ കുഴപ്പമല്ല ഇതിനകത്ത് വെച്ച 500 രൂപ എന്റെ ബ്ലഡ് കൊടുക്കാൻ ഞാൻ അത് എടുത്തത് എടാ 520 രൂപ ഉണ്ടായിരുന്നു നീ ആ 500 അങ്ങ് ഇങ്ങീതാ 20 അങ്ങ് എടുത്തോ എന്നാ ഞാൻ അത് എടുത്ത് മറ്റേ കാര്യത്തിന് വേണ്ടി എടുത്തതാണ് എന്നാ ഞാൻ ആ മറ്റേ കാര്യത്തിന് വേണ്ടി എടുത്തതാണ് അന്ന് ഒരു ദിവസം 500 രൂപയുടെ കാര്യം എന്നോട് പറഞ്ഞില്ലയോ അതിന് വേണ്ടി എടുത്തതാണ് ഞാൻ ഭയങ്കര ഇടപാടായി പോലും അടുത്ത സൈക്കിളിന്റെ പരിപാടി സൈക്കിളിന്റെ മായല്ല മഞ്ജു അല്ല മന്ത്രമല്ല ഇവിടെ വെടിക്കെട്ട് ഇന്ദ്രജാലമാണ് നടക്കാൻ പോകുന്നത് ജാലമാണ് സംഭാവന ഗംഭീരമായാൽ പരിപാടി കൂമ്പാരമായിരിക്കും കൈയെടുത്തോ ആരും അനുകരിക്കരുത് ആരും ചെയ്യരുത് ആരും ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് നമ്മൾ സൈക്കിളിന്റെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ആരും ചെയ്യുകയരുത് അനുകരിക്കരുത് ചെയ്യരുത് അരെ എങ്ങനെയുള്ളത് എങ്ങനെ നമ്മളിപ്പോ ചെയ്ത പരിപാടി ഞാൻ ചെയ്ത പരിപാടികളുണ്ട് കാറ്റൊരു വിട്ടു അതല്ലേ ഞാൻ പറഞ്ഞു ആരും ഇത് ചെയ്യരുത് കാരണം ഒരു അത്യാവശ്യം വഴിക്ക് പോകാൻ വരുന്നുണ്ട് സൈക്കിളിന്റെ കാറ്റടിച്ച് വിടരുത് അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അനുകരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ അടുത്ത പരിപാടി തുടങ്ങാൻ പോവുകയാണ് അടുത്ത നിക്കേ ഇതിനകത്ത് ഒരു ചെറുപ്പക്കാർ അല്ലോണ്ടോ പയ്യൻ ഒരാളൊന്ന് കടന്നു വരൂ നല്ലൊരു മണ്ണായ വരൂ സ്വാഗതം സ്വാഗതം ഹായ് നമസ്കാരം. നമസ്കാരം എന്താ പേരെന്താ ഷിബു പറയുന്ന കേക്കണം ഷിബു എവിടാ വീട് ഞാൻ പത്തനാപുരത്ത് ഗ്രാമപ്രദേശത്തുള്ളയാ. ആണോ? ഞാൻ ഇപ്പൊ തവണ വന്നേ സാധനം വിൽക്കാൻ വേണ്ടി വന്നയാ. അന്നേരം സർക്കസ് സർക്കസ് തന്നെ എന്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് സർക്കസ്. സർക്കസ്? കഴിഞ്ഞ ദിവസം എന്റെ അച്ഛൻ സർക്കസ് കാണാൻ പോയായിരുന്നു. എന്നിട്ട്? മരണക്കിണർ കണ്ടായിരുന്നു. ആ. മരണക്കിണർ കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് അച്ഛൻ മാമന്റെ സ്കൂട്ടർ ഉണ്ടല്ലോ ആ. അത് എടുത്തിട്ട് പഞ്ചായത്ത് കിണർ ഇട്ടിട്ട് ഓടിച്ച് ഇപ്പൊ ഒരു അരിഞ്ഞാണത്ത് പെട്രോൾ തീർന്നിട്ട് കിടക്കുക. ഞാൻ ചെന്നിട്ട് വേണം എണ്ണ മേടിച്ചിട്ട് അച്ഛനെ കയറി വരാൻ. അയ്യോ ഇപ്പൊ അമ്മ വിളിച്ചെന്നെ എന്താ പറഞ്ഞു അച്ഛന് വിശന്ന് ചോറ് കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു തൊട്ടിക്കത് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞു. എല്ലാം എന്താ ചെയ്യാൻ പറ്റും? ഒരു തട്ടി ചോറ് തിന്നുമോ പിന്നെ തൊട്ടിക്കതില്ലേ കഴിക്കുന്നേ? ഇതെന്താ പെട്രോളോ അല്ലല്ല പെട്രോൾ മേടിയും കുപ്പിയുണ്ട്. ഈ സാധനം ഇവിടെ വിറ്റിട്ട് വേണം. ഞങ്ങൾ ഗ്രാമപ്രദേശത്തെ കൃഷിയാ. എനിക്കും അച്ഛനും കൃഷിയാ. അതെയോ അമ്മയ്ക്ക് അമ്മ ഹൗസ് വൈഫാ. രാവിലെ 4 മണിക്ക് എണ്ണിക്കും. എന്നിട്ട്? 4 മണിക്ക് അമ്മ എഴുന്നേറ്റിട്ട് 3-4 വീട്ടിൽ ജോലിക്ക് പോകും. പോയിട്ട് 9 മണിയാകുമ്പോ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് പിന്നെ വേറെ കുറെ വീട്ടിൽ ജോലിക്ക് പോകും. പിന്നെ 5 മണിക്കേ വരത്തുള്ളൂ. ഹൗസ് വൈഫാ. കിട്ടുന്ന പൈസ മൊത്തം അങ്ങ് നശിപ്പിച്ച് കളയുവാ. ഞാനും അച്ഛനും കൂടെ പറഞ്ഞാ കേട്ടണ്ടേ? എന്റെ ദൈവമേ അച്ഛൻ ജോലിക്ക് പോകില്ല. അച്ഛന് ദേഷ്യ. ജോലിക്ക് പോകുന്ന പറഞ്ഞാൽ ദേഷ്യ. രാവിലെ ദേഷ്യ. അമ്മ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കി വെക്കും. എന്റെ പണി എന്ന് പറഞ്ഞാൽ ഇതിനെ കുറുക്കഴിച്ച് നേരെ വെക്കും. അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യ. അങ്ങനെ കഴിക്കാൻ പറ്റും. അതുപോലെ കഴിക്കണം. അതുപോലെ എന്തോ ചെയ്യാം. അപ്പൊ 6 ഇടിയപ്പത്തിന് കുരു കഴിക്കാൻ എത്ര സമയം വേണ്ടി വരും? 2 മണിയാവും. പിന്നെ ഞാൻ റെസ്റ്റാ. ഞാൻ കിടക്കും. അപ്പൊ നിനക്കൊരു ജോലിയുമായി. ഇല്ല അതെ അതെ എനിക്ക് ജോലിയായി. അടുത്ത ഐറ്റം എന്തോ ചെയ്യുന്നത് നോക്ക്. നല്ലൊരു കിഴങ്ങൻ വന്നിട്ട് അണ്ണന്റെ സ്ഥലം എവിടാ? എന്റെ സ്ഥലം പോത്തങ്ങോട്. പോത്തങ്കോട്. അവിടെ നിന്നാണ് ഈ സർക്കസ് ഒക്കെ പഠിച്ചേ? അവിടെ നിന്നാ പഠിച്ചെങ്കിലും ഞാൻ 8 വർഷം കർണാടകയിലല്ലായിരുന്നോ? എവിടാ? കർണാടക. ഭാഷ പറയുവോ? എന്നോട് എന്താണ് പറഞ്ഞാൽ നല്ല ഭാഷ ഞാൻ പറയും. അതല്ല അവിടുത്തെ ഭാഷ പറയുവോ? അത് പ്രത്യേക ഭാഷയില്ല. അതായത് നമ്മൾ അവരെന്തെങ്കിലും ചോദിച്ചാൽ അതായത് നീ എന്നോട് ചെന്നോടെ ചോദിച്ചേ എന്താ ഉണ്ട് ഞാൻ സംസാരിച്ചാൽ തോന്നിയോ? ഒന്നുമില്ലെന്ന് പറഞ്ഞ പോലെ തോന്നി. അതാ കന്നഡ. ചോറ് ചോദിച്ചാലും കണ്ണടച്ച് കാണിച്ചാൽ മതി. എന്തോ അതൊക്കെ ഒരു ചില നമ്മളങ്ങ് കണ്ണടക്കത്തില്ല. ആ ഭാഷ അതവിടാ. അണ്ണന്റെ ജോലി എന്തുവാ? ഞാനൊരു ജോലിക്ക് ചെന്ന് ഞാൻ തിരക്കി. അവിടെ ചെന്നപ്പോ വരുമാനം തട്ടിപ്പറിക്കണം. സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ മറ്റു വരുമാനം എന്തെങ്കിലും വേണമല്ലോ. വേണം. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാ. മജിക്ക് കാണിക്കും എന്നെ വെച്ച്. മജിക്ക് ഇഷ്ടപ്പെടുവല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ആദ്യം നമ്മൾ ചെയ്യുന്നത് കയറി നടക്കുക. കയറി ഇടൂ. ഞാൻ പിടിക്കട്ടോ? അവിടെ കയറി നടക്കാൻ പോവാണ്. കേട്ടോ? കണ്ടല്ലോ? ഹലോ ഒന്ന് കൈ പിടിക്കും. വളരെ അപകടം നിറഞ്ഞ ഒരു പരിപാടിയാണ്. ഒരു മനുഷ്യനെ അനുകരിക്കരുത്.
കയറി നടക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയറി നടക്കുമല്ലേ? തന്നെയല്ല കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അങ്ങോട്ട് കയറി ഇറങ്ങി നടക്കുന്ന കാര്യമല്ല പറഞ്ഞേ. കയറി ഇറങ്ങി നടക്കുവാണ്. എന്നെ കളിപ്പുര ഞാൻ വെച്ച് ഇതിനകത്ത് കൊണ്ട് നടക്കുന്നു. കൈയടിക്കൂ. ഞാൻ കയറി തന്നല്ലേ ഇറങ്ങി കൂടെ നടന്നു. കൈയടിക്കൂ. അടുത്ത ഐറ്റം. മാങ്ങാണ്ടി. അടുത്ത ഐറ്റം. അടുത്ത വെടിക്കട്ട ഐറ്റമാണ്. എല്ലാരും ഇത് കണ്ടല്ലോ. രമ്യ ആരും അനുകരിക്കരുതേ. ഇത് ആരും അനുകരിക്കാം. ഇതെന്തുവാ? ഇത് മാങ്ങാണ്ടി. മനസ്സിലായ? മാങ്ങാണ്ടി. ഇത് നമ്മള് ഈ കൊട്ടക്കടിയിലിടും. എന്നിട്ട് നിമിഷങ്ങൾക്കകമായിട്ട് മാവ് എടുക്കുന്നു. അടിപൊളി. ഞാൻ കണ്ടിട്ടുണ്ട്. വെക്കുമ്പോൾ മാവായിരിക്കും. ഓക്കെ, എല്ലാവരും കൈയടിക്കൂ പ്ലീസ്. കൈയടിക്കോ. മതിയോ? കൈയടിക്കൂ. എന്തുവാ? ദോശമാവ്. ദോശമാവിന്റെ കാര്യമെന്നാ പറഞ്ഞേ? ആവന്നല്ലേ പറഞ്ഞോളൂ. ഞാൻ വിചാരിച്ചു വലിയ മാവ് മരമായിരിക്കും. ചെറിയ കൊട്ടക്കകത്ത് വലിയ മാവ് നടാൻ പറ്റുമോ? നടക്കുന്ന കേസ് പറവേ. മരമെന്ന് ഞങ്ങൾ പറഞ്ഞു, മാവെന്ന് പറഞ്ഞു. വേറെ കാണിക്കുന്നത് ചുമ്മാ കളിപ്പുര. വേറെ 500 രൂപ. 500 രൂപ തന്നാൽ 1000 രൂപക്ക് തരും. 500 രൂപ. അങ്ങനെയാണോ? ഒറിജിനൽ പൈസ തരുവോ? ഒറിജിനൽ പൈസ. കളിപ്പിക്കല്ലേ? ഇല്ല. പറ 500 രൂപ തരുമ്പോ എനിക്കിവിടെ 500 രൂപ. 1000 രൂപ 1000 ആക്കി തരും. തിരിച്ചു കൈയടിക്കൂ പ്ലീസ്. എത്ര ഉണ്ട്? 1000 ഉണ്ട്. അല്ല ഇവിടെ കൊടുത്ത 500 രൂപ. അതല്ലേ പറഞ്ഞ 1000 ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്തുവാ പറഞ്ഞേ? 1000 ആക്കി തരാം. എത്ര ഉണ്ട്? 1000 ഉണ്ട്. കൈയടിക്കൂ. അടുത്ത ഐറ്റം നോക്കൂ. ഞാൻ വാഴ കുത്തി ഇറക്കുന്നതാണോ? എല്ലാം സെറ്റാന്നല്ലേ അല്ലേ? രക്ഷാത്താൾ ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കരുത്. കയറിക്കോ മന്നെ. കയറിക്കോ. വാള കുത്തി ഇറക്കുന്ന ഒരു പിന്നെ ഒന്നുമില്ല. ഇവിടെ പറഞ്ഞാണ്. കയറിക്കോ. കൈയടിക്കൂ. പിന്നെ അടയ്ക്കണോ? അടച്ചോ. ഞാനൊരു കാര്യം പറയട്ടെ. ഇവനെ എന്നു വെച്ചാൽ മൂടാവോ? എന്നെ ശിഷ്യനാക്കൂ. ഞാൻ നോക്കട്ടെ. ചിലപ്പോ ഇവനെ മാറ്റാനിരിക്കും. ആശ കളിക്കുന്നുണ്ട് ഇടയ്ക്ക്. എനിക്കൂടെ തരുമോ കുത്താൻ? ഏത്? ഇല്ല അങ്ങനെ വശമില്ല കുത്താൻ പറ്റില്ല. എന്റെ 500 രൂപ മേടിച്ചോണ്ട് പോയവനാ. അത് കുഴപ്പമില്ല. ഒന്ന് ഒന്നടിച്ച് പാള് കുത്തിക്കറ്റാൻ പോണം. കയ്യടി പോരാൻ. ഒരു നിമിഷം. അവൻ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുവല്ലേ? ആപത്തൊന്നും വരുത്തല്ലേ. സുഭാഷേ ഇറങ്ങി വരൂ. ഇതെന്ത് പറ്റിയാടാ? എവിടെ നോക്കിയായിരുന്നു കുത്തുന്നത്? ഞാൻ ഈ കോളിന്റെ ഓഡിയൻസ് കാണുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഇവിടെ നോക്കി അന്നേരം ഒരു കുത്തു. നല്ല പൊട്ടനാണ്. എടാ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിലല്ലേ ഇത് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ കേറിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞേ വാളെടുത്ത് അണ്ണാക്കിലോട്ട് കുത്താവെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാണിച്ചേ എനിക്ക് പോലെ നല്ല മാമ്പാടിയുടെ ആശുപത്രി കൊണ്ടോ കേട്ടോ. സാരമില്ല പോട്ടെ. അടുത്ത സഞ്ജയുടെ പരിപാടി ചെയ്ത് കാണിച്ചോ? ആശുപത്രി കൊണ്ടുപോണ്ടേ? ഞാൻ സഹിച്ചു. അതെത്ര മുറിവായി. അത് വീട് മാച്ചിക്ക. ഇന്നത്തെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. ഒന്നുമില്ല. കൈയിട്ട് നോക്കൂ. ഒന്നുമില്ല. കണ്ടല്ലോ. എം ഡി ഒന്നുമില്ല. അടി കൈയടിക്കൂ. അതിനകത്ത് കളഞ്ഞേ. അതിനകത്തൊന്നുമില്ല. പിന്നെ അത് എന്തെല്ലോ ഉള്ളതല്ല കാണിക്കാൻ. ഇപ്പോ അതിനകത്തൊന്നും ഇല്ല.
ഞാൻ ചോദിച്ചല്ലേ ഉണ്ടോന്ന്. ഒന്നുമില്ല. പിന്നെന്താ കാണിക്കാൻ അതുകൊണ്ട്? കൈയടിക്കൂ. ഞാൻ പറഞ്ഞില്ല മാജിക്ക് കാണിക്കും. അടുത്തേ പൈസ ബക്കറ്റ് കൊണ്ട് വിട്ടോ. ഒരേച്ചുണ്ടോ വെടിക്കണ്ട സാധനം. അതെന്താ കാണിയത്? അടുത്തത് ഇത് ആരും പേടിയുള്ളവർ വരണ്ട. എന്റെ സംഭവം ചോദിക്കാണ്. ചോര ഇത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പിന്നെ എളുപ്പം മേടിച്ചിട്ട് വാ. യഗോറിന്റെ ഭാര്യയല്ലേ? അടുത്തത് ഒരു നിമിഷം ഒന്ന് വരുമോ ജീവ? ഒരു നിമിഷം. അല്ല വെടിക്കണ്ടായിരിക്കും, പേടിക്കൊന്നും വേണ്ട. തീ പേടിയുണ്ടോ? അല്ല അങ്ങനെ പറ്റി. തീ പേടിയുണ്ടോ? ഇല്ല. ഇല്ല. എന്നാ എളുപ്പം തല വെച്ച് കട്ടനാണ് താന. കട്ടൻ എന്ത് തല വെച്ച് കട്ടൻ പേടിയാണ്. പേടിക്കണ്ട, വരൂ. തല വെച്ചൊന്നും കട്ടെ ഞാൻ പറഞ്ഞില്ല. വരൂ, പേടിക്കണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതിനെക്കാളും നിസ്സാര പണിയാ. തല വെച്ച് തേങ്ങ അങ്ങോട്ട് വെച്ചാലോ? അല്ല വേണ്ട, തേങ്ങ അന്യായമല്ല, പേട്ട് തല വെച്ച് അടിച്ചു പൊടിക്കണം. മറ്റേ പൈസ അടുത്തായിട്ടുണ്ട്. വീട്ടിലോട്ട് വിളിച്ചു നോക്കണം അച്ഛൻ എങ്ങനെയാന്നുള്ളത്. വിളിക്കാം. എനിക്കിതാ ഭയങ്കര ഹാരം. അച്ഛൻ അവിടെ കിടക്കട്ടെ. അടുത്തത് ജീപ്പ് വെട്ടി വലിക്കാൻ പോവാണ്. നല്ലൊരു കയ്യടി തരണം. അതിസാഹസ്യമായ ഒരു പരിപാടിയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളെ കഴിയാവുന്ന സംഭാവനകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ദാ ഇവിടെ നോക്കൂ, ഈ ജീപ്പ് കയർ കെട്ടി കടിച്ചു വലിച്ചോടുകയാണ്. കൈയടിക്കോ. ജീപ്പ് കെട്ടി വലിക്കുമല്ലേ? ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു. ജീപ്പെന്നല്ലേ പറഞ്ഞേ? അത് വേറെ ആരെണ്ട് വന്ന വണ്ടിയാ. നമ്മൾ അതിന്റെ പറയാൻ പറ്റുമോ? നടക്കുന്ന കേസാണോ? നിങ്ങൾ കളിപ്പീര് സർക്കസുകാരാ? കളിപ്പീരൊന്നുമല്ല, ഊർജ്ജ ഞാൻ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. കല്യാണം വല്ലോ ആയോ? നല്ല ഞാൻ ഒരുപാട് പെണ്ണ് കാണാൻ പോയി. 29 പെണ്ണ് കാണാൻ പോയി. ഇപ്പഴാ ഉറച്ചേ പെണ്ണിട്ട മോതിരോ. എന്തേ? അപ്പൊ അതിനൊരു പണി കൊടുക്കും. കല്യാണം അണ്ണ, നിങ്ങൾ ഇതിനെ തലയിൽ കെട്ടി വെച്ചേക്കുന്നത്? ഇത് വലിച്ചു കെട്ടിയേക്കുന്നതോ? മോനെ ഇത് മൊത്തം കൺകെട്ടാണ്, കളിപ്പിച്ചാണ് നമ്മൾ പൈസ മേടിക്കുന്നത്. അപ്പൊ പ്രാക്ക് കൊണ്ട് ഇത് പൊട്ടിത്തെറിച്ച് പോകാതിരിക്കാനായി കെട്ട. ഇത് കണ്ടോ, ഇത് പൊട്ടി പോകാറായി. എന്ത് പ്രാക്കാ മേടിക്കുന്നു? അടുത്ത വെടിക്കെട്ട് മാജിക്ക്. കത്തി നമ്മൾ കാണിച്ചതല്ല, കത്തിയേറ്. ഓക്കെ കൈയടിക്കൂ പ്ലീസ്. സാർ അടേ നിക്കണ്ടാ? ഓക്കെ കൈയടിക്കോ. അടുത്തത് കത്തിയറാണ്. എല്ലാം റെഡിയായല്ലോ? അറിയട്ടെ, തൊണ്ടതാണേ ഇവിടെ പോയിന്റ്. തൊണ്ടതാ അറിയാൻ പറ്റത്തില്ല. അവിടെ ഇതൊക്കെ നമ്മുടെ കയ്യിലാണോ? അറിയട്ടെ, മാറട്ടെ. ഇതെടുത്ത് മാറ്റി അവിടെ എങ്ങനെ വെച്ചെറി? വേണ്ട, അത് ശരിയാത്തില്ല. ഒരു കുഴപ്പവും പറ്റത്തില്ല. ഒന്നും പേടിക്കണ്ട. പേടിയുണ്ടോ? ഉണ്ടോ? അങ്ങനുണ്ട്. ആദ്യം ആശുപത്രി പോകാൻ 500 രൂപ ചക്കട് തന്നോ? അതിനാ പൈസ ആദ്യം തന്നേ. അഥവാ എവിടെയെങ്കിലും കൊള്ളുവാണെങ്കിൽ പെട്ടെന്ന് മക്കളെ, കാരണം ഞാൻ വലിയും. ഇതിനേക്കാളും വലിയ മുറിവാണെങ്കിൽ എന്ത് ചെയ്യും? 500-നുള്ളതേ ഉള്ളൂ. ഇതിന് വാർത്തലൊന്നും ഇല്ലാത്ത സാധനല്ലേ? കുഴപ്പമില്ല, നമുക്ക് രക്ഷപ്പെടാൻ. ആശാനായി എറിയുന്നത് കൊള്ളുന്നത്. നീ ഇപ്പൊ പല പ്രാവശ്യമായി കേട്ടോ. നീ വേറെ ഉണ്ടോ? വേറെ ഉണ്ട്. അത് കാണിട്ട് അടുത്ത മോതിരം മേടിച്ചാ. മോതിരം വെക്കുന്നത് ഇതെന്റെ, ഞാൻ പറയാം, എന്നെ ഉറപ്പിച്ച് നിർത്തിയേക്കുന്ന മോതിരം. സാരമില്ല, അത് പറഞ്ഞ ഉറപ്പിച്ച് നിർത്തിയേക്കുവാൻ. അല്ല, കയ്യിലല്ല, എന്നെ കല്യാണം ഉറപ്പിച്ച് നിർത്തിയേക്കുന്നത്. ഉറപ്പിച്ച ആര് വന്ന് ഞാൻ പറയുന്നേ? അങ്ങോട്ടാ ഇത് തരണേ. ഇപ്പൊ തരാം. പിണങ്ങും. ഇയാളിന്റെ മോതിരം നമ്മൾ മേടിച്ചിരിക്കുകയാണ്. എല്ലാവരും കണ്ടല്ലോ. കയറക്കം മാറ്റിക്കോളൂ. അയ്യോ, പേടിക്കണ്ട, പിന്നെ പേടിയാ. കൈയടിക്കൂ. നമുക്ക് ലാസ്റ്റ് പടത്തിന്ന് കിട്ടും മോതിരം. ആണോ? പേടിക്കേ വേണ്ട. ഇപ്പൊ നമ്മൾ നിന്റെ മോതിരം കളഞ്ഞല്ലോ, അത് പേടിക്കണ്ട. ഈ പടത്തിനന്ന് കിട്ടുവോ? പിന്നെ ഒരു പഴം കഴിക്കൂ. വേണം ഇരുന്ന് കഴിച്ചോ. കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്ക്. ഇതിനകത്തുണ്ടോ? കഴിച്ചു നോക്ക്. എന്നാ കഴിക്കേ. പഴമോതിരം ആവുമോ ഇത്? ഇല്ല. എന്തെങ്കിലും തടയുന്നുണ്ടോ? കാണാം. വായിലൊന്നും തടയുന്നില്ല. അത് മൊത്തം കഴിക്കേ. പണിയാവോ? ഇല്ല, കഴിക്കട്ടെ. ഇത്രയും പഴം കിടക്കൂല്ലേ? നീ ഒരെണ്ണം കഴിച്ചേ. അതിന് ഇല്ലേ? ഇതിനകത്തുണ്ടോ? നോക്കട്ടെ. ഇതിലില്ല.
അതിലില്ല എന്നാ ആ ആ, ആ ആ എന്തോ അല്ല കഴിച്ചോളാൻ കഴിക്കേ കഴിച്ചുണ്ടോ ഇല്ല ഉണ്ടായ തരത്തില്ലയോ ഉണ്ടോടാ ആ ആ ആ ആ നാട്ടിൽ കഴി ഓ ഇതെന്താ എടുക്കാ ഇതിനകത്തില്ലെണ്ണ പഴം തിന്നാനത് എനിക്ക് വേണ്ട മോതിരം കിട്ടിയാ മതി എനിക്ക് ചേട്ടാ ഇങ്ങനെ പഴം ഇനി ഇരിക്കുമല്ലയോ മോനെ ഈ ഒരു പഴം കൂടെ കഴിക്കും അവിടെ കൂടെ കഴിക്കാം ദൈവം താറ്റിയില്ലാത്ത കാണും ഉണ്ടോ ആ മുറിക്കത്തില്ല പഴം വിഴുങ്ങിയിരിക്കാതെ എന്തുവാന്ന് വെച്ചാ പറയാ അവനോട് അണ്ണാ എന്റെ കല്യാണം ഉറപ്പിച്ച് നിർത്തിയേക്കും നിങ്ങൾ മോതിരം ഇല്ലെങ്കിൽ പിന്നെ പെണ്ണ് വരുത്തു എന്നാ ഒരു കാര്യം ചെയ്യ് അമ്മച്ചനെ വിളിച്ചിട്ട് കാര്യം പറ അതാ പോണ് ഫോണിങ്ങോട്ട് ഇതാ. നമ്പർ അറിയോ ആ ഒന്ന് വിളിച്ചാൽ എളുപ്പമായിക്കോട്ടെ എളുപ്പമായിക്കോട്ടെ എന്നാ പരിപാടി നമ്പർ കൊത്തി കൊടുക്കണം ഇങ്ങോട്ടാ മോതിരം കൊണ്ട് കാഞ്ഞിട്ടിരിക്കുക ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ച മോതിരം അങ്ങോട്ട് കളയാടോ അത് നിനക്ക് ജീവിതത്തിൽ അണ്ണാ 29 പെണ്ണ് കണ്ട് ഇപ്പഴാ ഉറച്ച് അത് കളയാരിയാണ് ഒന്ന് വിളിച്ചു പറയണത് പെണ്ണിന്റെ പേരെന്തായിരുന്നു ഇവിടെ സുഖ ഹലോ സുമയുടെ അച്ഛനാണോ ആ നിങ്ങളെ കെട്ടാൻ എന്ന ചെറുക്കൻ്റെ കയ്യിലേ ഒരു മോതിരം ഇട്ടായിരുന്നോ ആ അതന്നെ അത് പുള്ളി കൊണ്ട് കളഞ്ഞു അതുകൊണ്ട് ഈ ഒരു മോതിരം പോലും സൂക്ഷിക്കാൻ വയ്യാത്തവനെയാണോ നിങ്ങളുടെ മോളെ ഈ അയച്ചു കൊടുക്കുന്നത് മനസ്സിലായോ എങ്ങനെ ആ അവർക്ക് വേണ്ടെന്ന് മോതിരം വേണ്ടേ മോതിരമല്ല അതാ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ ദൈവമേ കല്യാണം കൊടുത്തിരിക്കുമോ നിങ്ങള് ദൈവമേ നല്ല നല്ല ഉഷാറായിട്ടൊന്ന് കൈയടിച്ച് ടീം പത്തനംതിട്ടയ്ക്ക് ഒരു ഉഗ്രം കൈയടി. കീഴിലെ സ്കിറ്റായിരുന്നു. കീഴിലെ പ്രസാദ് അല്ലേ? ഗംഭീരമായിരുന്നു. അതായത് വേറൊന്നുമില്ല, നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഒരു ആംബിയൻസ് നമ്മൾ ഈ സ്റ്റേജിൽ കണ്ടിട്ടില്ല. നമ്പർ 1 അതിന് ആദ്യത്തെ ഒരു കയ്യടി. രണ്ടാമത് നമ്മൾ ഈ സാധാരണ സ്റ്റേജുകളിൽ മിമിക്രി സ്റ്റേജുകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, കൈനോട്ടം അതുപോലെ തന്നെ പല്ല് പറി എന്നൊക്കെ പറഞ്ഞ പഴയ ഡയറക്ടർ സിദ്ദിഖും അശോകനും ഒക്കെ ചെയ്തിരുന്ന നോക്കണം സാർ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതൊക്കെ കണ്ടിട്ടില്ലേ നമുക്ക്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തെരുവിലെ ഒരു സർക്കസ്. എന്നാൽ അതേപോലുള്ള സ്പീഡ് ഡയലോഗ് അല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് കോമഡി എന്ന് പറയുന്ന പോലെ ടക 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 എന്ന് പറയുന്ന പോലത്തെ കോമഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ നിങ്ങൾ ആക്ഷന് ആണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് പറ്റിക്കലുണ്ട്. ഈ പറ്റിക്കലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും. പക്ഷെ ചില പറ്റിക്കൽ നമുക്ക് ഈ പിടികിട്ടിട്ടില്ല. കാരണം ഈ കയറിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ ധരിച്ചത് ആ കയറിൻ്റെ മുകളിൽ കൂടെ നടക്കുമെന്നാണ്. അങ്ങനെ പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണ് നിങ്ങൾ പറ്റിക്കൽ. അതുപോലെ തന്നെ ചീപ്പ്, ആ ചീപ്പ് ഗംഭീരമായിട്ട് ചിരിച്ചു പോയ സംഭവമാണ് നമ്മൾ. ചീപ്പ് അടിച്ചു വലിക്കും. ആ അപ്പൊ എന്താ നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ചെയ്യുന്നതേ പറയൂ. അപ്പം നിങ്ങൾ ചെയ്തതിന് തക്കതായിട്ടുള്ള മാർക്കേ ഞങ്ങൾ തരൂ, അത് തന്നിരിക്കും. താങ്ക് യു മണിക്കൂട്ടാ. പല മാട്ടകളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു മാട്ട സർക്കസ് കാണിച്ച ഒരു സ്കിറ്റിനെ ക്ലാസ് ആക്കാൻ നിങ്ങൾക്കേ പറ്റൂ. ആ അടിപൊളി. നമുക്ക് വേറെ നിവൃത്തിയില്ല, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ടതിന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേ പറ്റൂ. അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്തൊക്കെ സർക്കസ് കാണിക്കണമല്ലേ നമ്മൾ പ്രേക്ഷകരൊന്ന് ചിരിപ്പിക്കാൻ അല്ലേ. ഇതാണ് ഞാൻ പറയുന്നത്, ഇത് ഐറ്റം വേറെ എന്ന ഫ്ലോറിന്റെ പ്രത്യേകതയാണ്. കാരണം ഇവിടുത്തെ കണ്ടസ്റ്റൻസ് മനസ്സറിഞ്ഞ് തന്നെ ഇറങ്ങും. ആ തലകുത്തി മറിഞ്ഞത്, ആ ഹെഡ് നിന്ന് കറങ്ങിയത് അത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. സിമ്പിളല്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്തു. ഒരുപാട് ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു, കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഗംഭീര സ്കിറ്റായിരുന്നു, ഗംഭീരം. താങ്ക് യു. അങ്ങനെയല്ല പറയണ്ടേ, ഇതുപോലൊരു മാട്ട സർക്കസ് നമ്മൾ കണ്ടിട്ടില്ല. അടിപൊളി. നസീർക്ക ഗംഭീരമായിരുന്നു ഈ സ്കിറ്റ്. സത്യം പറഞ്ഞാൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇത് നല്ല പൊട്ടിപ്പോകും. കാര്യം അത്രയ്ക്ക് സിമ്പിൾ സാധനങ്ങളാണ് നിങ്ങൾ ചെയ്തത്. ഇതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൂവ്മെൻറ്റ്സുകളും ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ സ്റ്റൈലും അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സാധനം ഇത്ര കയറിയത്. എന്തായാലും ഗംഭീരമായിരുന്നു. നിങ്ങൾ മാറ്റത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം അവതരിപ്പിച്ച് വരുന്ന ആ കുടുംബ സംഭവങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു സാധനം തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ ആ ജീപ്പിൻ്റെ സാധനം അത് വേറെ 2 ജീപ്പാണ്. അതെ അതെ. മോതിരം സ്വർണ്ണമായിരുന്നോ? അല്ല, ആ മോതിരം കിടക്കുന്നത് ഞാൻ ഇങ്ങനെ നോട്ടിട്ട് വെച്ചിരിക്കുക. എന്തായാലും നിങ്ങൾ സാധാരണ സംഭവങ്ങൾ എടുത്തിട്ടാണല്ലോ ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റിയത്. അത് ഇതിലും ഉണ്ടായി. എന്തായാലും ഗംഭീരമായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതിലും നല്ലതായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇന്ന് സുഹിത്തിന്റെ എനർജി എടുത്തു പറയണ്ടായിരുന്നു. അത് നോർമലി സുഹിത്ത്
പെർഫോം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനർജി ഉണ്ടായിരുന്നു എന്ന് തോന്നി. അതാ കല്യാണം ഉറച്ച ചാടിയൊക്കെ നടന്നിട്ട് എന്തോ വെരികിനെ പോലെ നടക്കുന്നു. അതെ. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കല്ലേ? എനിക്ക് തന്ന 500 രൂപ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നു. ഇത് ഈ 500 എന്നാണ് ഇന്നോട് കിട്ടാൻ പോകുന്ന മാർക്കിന്റെ ഒക്കെ തുടക്കം. ആരാണ് ആദ്യം? പ്രസാദം എത്ര കൊടുക്കാം? 20,000 തുടങ്ങാം. 20,000 രൂപ. അടിപൊളി. ഞാൻ ഒരു 19. 39,000 രൂപ ആയിട്ടുണ്ട്. മണിക്കുട്ട ഇതാ എന്റെ ഇതും കൂടെ വരെയാണ്. ടോട്ടൽ എമൗണ്ട് ഈ പത്തനംതിട്ടയ്ക്ക് അടുത്ത ഗോൾഡൻ പഞ്ച് 1,00,000 രൂപ. എന്തായാലും ഐശ്വര്യല്ലേ 500ന്റെ? ആരാണ് ആദ്യം ഐശ്വര്യമായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത്? പുള്ളി ഒരു മാജിക്ക് കാണിക്കും. ഒരു മാജിക് മാജിക്ക് വേണ്ട, ഞങ്ങളെ പറ്റിക്കാനാ. ഇല്ലല്ല അത് പറ്റിയില്ല. നല്ല സംഭവം കണ്ടിട്ട് 1,00,000 മുമ്പേ അത് കാണിക്കാൻ പറ്റില്ല. കൊണ്ടാ ചീറ്റ് ചെയ്യാൻ നമ്മൾ 1,00,000 രൂപ തിരിച്ചു വാങ്ങിക്കും. മേടിച്ചോ. കുട്ടികൾ ആരും ഇത് അനുകരിക്കരുത്. അപ്പൊ കൈയടിച്ചാ മതിയാ. മ്യൂസിക് കുട്ടികളോട് പറയണം. കുട്ടികൾ ചെയ്യരുതേ. കൈയടി വരട്ടെ. നല്ല കൈയടി. ഇതുകൂടെ അതിൽ ചെയ്യണ്ടായിരുന്നു കേട്ടോ. മറന്നുപോയേക്കാം. 50,000 പോയി. എട്ടായിട്ട് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. അതെ ഇവിടെ ഇരുന്നതേ നേരത്തെ അത് നേരത്തെ ഇരിക്കുമ്പോ അറിയായിരുന്നു. അപ്പൊ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി 50,000 രൂപ കളി തുടങ്ങിയപ്പോ ഈ സാധനം അവിടെ എവിടെ അറിയത്തില്ല. 50,000 രൂപ കെട്ടിയിട്ടേക്കുന്ന ഒരു കെട്ടിന്റെയൊക്കെ വില 50,000 രൂപ. ചേട്ടാ പറ, 1,00,000 രൂപയുടെ സന്തോഷം പറ. അന്യ സന്തോഷം, ഒരു രക്ഷയില്ലാത്ത സന്തോഷം. എല്ലാവരോടും നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നോ? കുഴപ്പമില്ലക്കാ, വലിയ കുഴപ്പമില്ല പോകുന്നു. ഇഷ്ടംപോലെ ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാം ഒക്കെ ഉണ്ട്. കല്യാണം ഉറപ്പിച്ച പുതുമണമാളൻ സുഹിതേ, അത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും. കല്യാണം ഉറപ്പിച്ചോ? എല്ലാത്തിനും വളരെയേറെ സന്തോഷം. ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു, ഗ്രൂമേഴ്സ് ഹെൽപ്പ് ചെയ്ത് ഭയങ്കര സന്തോഷം. അപ്പൊ മൊത്തത്തിൽ നന്നായിട്ട് പോകുന്നു. പിന്നെ സ്കിറ്റിന് 1,00,000 രൂപ കിട്ടി. പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്നു. നമ്മൾ ആഗ്രഹിച്ചിരുന്ന സുഹിത്തിനെ കല്യാണം നടക്കാൻ പോകുന്നു. അപ്പൊ മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് പോകുന്നു. അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ ഒരു നല്ല കൈഡി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ സുഹിത്തേ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഇതാ ഒറ്റയ്ക്ക് ഒരു മോൺസ്റ്റർ വരുന്നു. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറിലേക്ക് ലെറ്റ്സ് വെൽക്കം ഫെലിക്സ് ദേവസി ചേട്ടൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഹൃദയം നിറഞ്ഞ സ്വാഗതം. സന്തോഷം. സിർക്ക നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ല, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ആദ്യം ഞങ്ങളാണ് കുടുംബമായത്, പിന്നീടാണ് ഈ കുടുംബത്തിലേക്ക് വന്നത്. അതെ. പിന്നെ പ്രസാദേട്ടനെ കണ്ടതിൽ സന്തോഷം. ഓക്കെ, സന്തോഷം. മണിക്കുട്ടൻ, എല്ലാവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഞാൻ ഓർക്കുന്നുണ്ട് നസീർക്കയൊക്കെ ഞങ്ങൾ തൊട്ട് ജൂനിയറാണ്. നസീർക്കയുടെ തലമുടിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ മ്യൂക്കറികളൊക്കെ കണ്ട്. അതേസമയം ഷാജോൺ, അദ്ദേഹം സ്വല്പം ജൂനിയറാണ്. പിന്നെ കോട്ടയത്ത് നിന്ന് നമ്മുടെ പക്രു, ഇവരെല്ലാവരും മ്യൂക്കറി കളിച്ച് നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഓഡിയൻസായിട്ട് കുറേ നടന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വി ഡി രാജപ്പനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 9 കഥകൾ ചേർത്തിട്ടുള്ള ഒരു പാട്ടാണ് ആദ്യമായി ഞാൻ അവതരിപ്പിക്കുന്നത്. അത് കേട്ടങ്ങ് തുടങ്ങാം. ഓക്കെ. വി ഡി രാജപ്പനെ കണ്ടു, ഹാസ്യ കലാകാരനാണേ. വി ഡി രാജപ്പനെ കണ്ടു, പാരടി ഗായകനാണേ. സിൽക്കിന്റെ ജുബ്ബായുമിട്ട് വഞ്ചനക്കൂട്ടത്തെ നോക്കി ഹാസ്യ കഥകൾ പറഞ്ഞേ, ജന്തുക്കളെ കഥ പറഞ്ഞേ. രാജപ്പൻ ചേട്ടനെ കണ്ടു, ഹാസ്യ കലാകാരനാണേ. സിൽക്കിന്റെ ജുബ്ബായുമിട്ട് വഞ്ചനക്കൂട്ടത്തെ നോക്കി
ഹാസ്യകഥകൾ പറഞ്ഞേ ജന്തുക്കളുടെ കഥ പറഞ്ഞേ നീർക്കൊലിത്തമ്പ്രാനെ മാക്രി പ്രേമിച്ചു പ്രേമകഥ കേട്ട ജനം ചിരിച്ചു മറിഞ്ഞു മൂഷിക പെണ്ണാളെ തൊരപ്പൻ പ്രേമിച്ചു തൊരപ്പനയാ കണ്ടൻ പൂച്ച കടിച്ചു മുറിച്ചു ചികയുന്നവളാം സുന്ദരി കോഴിപ്പെണ്ണാളെ കാമുകനാം അങ്കവാലൻ കൊത്തിക്കൊന്നല്ലോ സംശയരോഗി രാജപ്പൻ ചേട്ടനെ കണ്ടു ഹാസ്യകലാകാരനാണേ സിൽക്കിന്റെ ജുബ്ബയുമിട്ട് വഞ്ചനക്കൂട്ടത്തെ നോക്കി ഹാസ്യകഥകൾ പറഞ്ഞേ ജന്തുക്കളുടെ കഥ പറഞ്ഞേ പോത്തിന്റെ പെണ്ണായി എരുമ വരുന്നേ പോത്തിനെ അറവുകാരൻ കൊണ്ടുപോയെന്നേ മത്സേഷ്യൻ വില്ലനാകുമ്പോൾ നായകനായി നാടൻ പട്ടി മനസ്സു കവർന്നേ കാറൊരു നാൾ ലൈംബസിനെ കണ്ടുമുട്ടുന്നു വില്ലനായി വീഡിയോ കോച്ചോടിയെത്തുന്നു ഫോണടിക്കുന്നു രാജപ്പൻ ചേട്ടനെ കണ്ടു ഹാസ്യകലാകാരനാണേ സിൽക്കിന്റെ ജുബ്ബയുമിട്ട് വഞ്ചനക്കൂട്ടത്തെ നോക്കി ഹാസ്യകഥകൾ പറഞ്ഞേ ജന്തുക്കളുടെ കഥ പറഞ്ഞേ ഗ്രാമത്തിൽ ഒരു വീട്ടിലെ നാടൻ കുരങ്ങി സിംഹവാലൻ കുരങ്ങനൊപ്പം അവൾ ഒളിച്ചോടി ചന്ദനക്കാടെല്ലാം വെട്ടി നിരത്തി അവിടെയുള്ള കുറുക്കനെല്ലാം നാടുകടന്നു കറുത്ത തുവലുകൾ വെളുക്കാൻ കാക്ക കൊതിച്ചു വെളുക്കാൻ ഒരു മരുന്നു തേടി കുമരകത്തെത്തി കൊക്കിനെ കണ്ടു രാജപ്പൻ ചേട്ടനെ കണ്ടു ഹാസ്യകലാകാരനാണേ സിൽക്കിന്റെ ജുബ്ബയുമിട്ട് വഞ്ചനക്കൂട്ടത്തെ നോക്കി ഹാസ്യകഥകൾ പറഞ്ഞേ ജന്തുക്കളുടെ കഥ പറഞ്ഞേ രാജപ്പൻ ചേട്ടനെ കണ്ടു ഹാസ്യകലാകാരനാണേ സിൽക്കിന്റെ ജുബ്ബയുമിട്ട് വഞ്ചനക്കൂട്ടത്തെ നോക്കി ഹാസ്യകഥകൾ പറഞ്ഞേ ജന്തുക്കളുടെ കഥ പറഞ്ഞേ അടിപൊളി അടിപൊളി. ഒരു പാരഡി ഗായകന് പാരഡി കഥാപ്രസംഗക്കാരനെ കുറിച്ച് വേറൊരു പാരഡിക്കാരൻ ഒരു പാട്ട് എഴുതി ഉണ്ടാക്കുക. ബ്രില്യന്റ്. അടിപൊളി അല്ലേ? അത് ശരിയാ, അതൊരു വലിയ സംഭവം തന്നെയാണ്. ഫെലിക്സേട്ടാ, ഞാനൊരു റിക്വസ്റ്റ് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. എനിക്ക് ഈ പാട്ടിന്റെ ഒറിജിനൽ വെർഷൻ ഒരു 4 വരി പാടിത്തരാമോ? ഓ തീർച്ചയായിട്ടും. വെള്ളാരം പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരം പൂമലമേലെ. ഞാൻ എന്തുകൊണ്ട് ഈ പാട്ട് പാടാൻ പറഞ്ഞു എന്ന് തോന്നിയോ? നിങ്ങൾ ഈ കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തോന്നിയോ? പുള്ളിക്ക് ജോൺസൺ മാഷിൻ സാറിന്റെ ഒരു ടോണില്ലേ സൗണ്ടില്? സീരിയസ്ലി ചേട്ടാ, അങ്ങനെ പറയുമ്പോ ജോൺസൺ മാഷ് സാറ് ലൈവായിട്ട് ആ പാട്ട് പാടിയ ഒരു ഫീൽ ആയിരുന്നു ചേട്ടാ, ഒറിജിനൽ ട്രാക്ക് പാടി. ഓ താങ്ക് യു. അപ്പൊ നമുക്ക് 2 മഹാന്മാരെയാണ് ഇപ്പൊ ഓർക്കാൻ സാധിച്ചത് ഈ ഒറ്റ പാട്ടിലൂടെ. വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. രാജപ്പൻ ചേട്ടന്റെ ഒരുപാട് ഗാനങ്ങൾ ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാസറ്റ് എടുത്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കല്ലെടുത്ത് കീച്ചര് നാട്ടുകാരെ എന്നൊക്കെ ഉള്ളത് ഔട്ട്ഡോർ എടുത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതിനുശേഷം തന്നെ ഞാൻ എൻ്റെ പ്രോഗ്രാം കോമഡി മിക്സും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ പാരഡി
സോങ് ഒറിജിനൽ പാടും, അതിനുശേഷം പാരഡി. അങ്ങനെ ഒരു 10-25 ഗാനങ്ങൾ ചാനലിലൂടെ വിട്ടിട്ടുണ്ട്. അത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ പല പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ഈ ലൈവ് കഥാപ്രസംഗം എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു അന്ന് കാസറ്റ് വന്നിട്ടില്ല. ഇല്ല, പക്ഷേ ഞങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ട്. ലൈവിൽ വരുമ്പോൾ അതായത് ഈ കള്ളൻ കയറുമ്പോൾ അദ്ദേഹം ക്ലാർനെറ്റുകാരൻ്റെ ക്ലാർനെറ്റ് ഇങ്ങനെ പിടിച്ച് മേടിച്ചിട്ട് ടോർച്ചായിട്ട് അടിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കറിയാം അതിനൊരു 3 അടിയോളം നീളം, 2.5 അടിയോളം നീളമുണ്ട്. ആദ്യം അത് പിടിച്ചിട്ടൊരു നോട്ടമാവും, അയ്യോ ഇത് എത്ര ബാറ്ററി ആണെന്നൊരു ചോദ്യമാണ്. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ അടിച്ച് നോക്കുന്നുണ്ട്. അങ്ങനത്തെ ഇംപ്രവൈസേഷൻ ഒക്കെ ഉണ്ട് സ്റ്റേജിൽ വെച്ച്. ഓൺ സ്റ്റേജ് ഈ ഓഡിയോ കാസറ്റിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് ഓഡിയോ കാസറ്റ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഓഡിയോ കാസറ്റുകൾ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വിലക്ക് മാസ്റ്റർ കാസറ്റ് വിറ്റത് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. തരംഗിണി കാസറ്റ്സിന് ശേഷം ഏറ്റവും കൂടുതൽ ദാസേൻ്റെ ആയിരുന്നു. അതിന് ശേഷം ഏറ്റവും കൂടുതൽ നല്ല റേറ്റിന് വിറ്റിരുന്നത് ഇദ്ദേഹത്തിൻ്റെ. അല്ല, ഞാനൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ, എപ്പോഴാണ് ഇതിലേക്ക് തിരിഞ്ഞത്? പ്രൊഫഷണൽ വേറെയാണല്ലോ. ഈ കോവിഡ് വന്ന സമയത്ത് പല ആർട്ടിസ്റ്റുകൾക്കും പല മനുഷ്യർക്കും പല ശീലങ്ങൾ പുതിയതായിട്ട് കയറി വന്നു. അതായത് കൃഷി ചെയ്യാത്തവർ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. കാരണം എല്ലാവർക്കും സമയം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അതുപോലെ ഒന്ന് ചുമ്മാ വെറുതെ ട്രൈ ചെയ്തതാണിത്. നമ്മുടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അന്ന് ഞാൻ ആദ്യം പാടിയ പാട്ട് വെറുതെ ഒരു തമാശയ്ക്ക് ഒരു ദലം മാത്രം ആ പാട്ട് അത് ഞാനിങ്ങനെ ഒരു കലം കഞ്ഞി അതും പഴങ്കഞ്ഞി മുഴുവനായി എൻ്റെ മുന്നിലെത്തി, കറികളൊഴിക്കാതെ ഉപ്പു ചേർക്കാതെ കൈ കഴുകാതെ ഞാൻ വാരി തിന്നു. ഇത് വെറുതെ ഒരു തമാശക്ക് എഴുതിയതാണ്. അത് ആ ഗ്രൂപ്പിൽ അങ്ങ് ഹിറ്റായി. അപ്പം പിന്നെ ഞാൻ കുറേശ്ശെ ഓരോന്ന് എഴുതി തുടങ്ങി. അത് ആ ഗ്രൂപ്പിൽ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീടാണ് അത് ഞാൻ യൂട്യൂബിലേക്ക് ഇടാൻ തുടങ്ങിയത്. അവരന്ന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഇന്ന് നമുക്ക് ഇത്രയും നല്ല പാട്ടുകൾ. അപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്ക് തീർച്ചയായിട്ടും അടുത്ത പാട്ടിലേക്ക്. അടുത്ത പാട്ടെന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ. അതായത് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളുള്ള പ്രതികരണമായിട്ട് പാരഡി ഗാനങ്ങളെ മാറ്റിയാലോ, വെറുതെ തമാശ മാത്രമല്ലാതെ അങ്ങനെയുള്ള കുറച്ച് ചിന്തകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഗോവിന്ദൻ ചാമി ജയിലിൽ ചാടി. ആ വിഷയത്തെക്കുറിച്ച് അതിനെ അധികരിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് പാടാം, കേൾക്കാം. ചാമി കമ്പി മുറിച്ചു, ക്യാമറ കണ്ണുമിഴിച്ചു, വാർഡന്മാരറിഞ്ഞില്ല എന്തൊരു കഷ്ടം. ചാമി കമ്പി മുറിച്ചു, ക്യാമറ കണ്ണുമിഴിച്ചു, വാർഡന്മാരറിഞ്ഞില്ല എന്തൊരു കഷ്ടം. ആരോ ഒരു ബ്ലേഡ് കൊടുത്തു, ആരോ കുറെ തുണികൾ കൊടുത്തു, ആരോ അവനേക്ക് സഹായം. അകത്തുനിന്നോ പുറത്തുനിന്നാണോ എങ്ങനെ ഇത് സാധിക്കുന്നു അറിയില്ലല്ലോ. ചാമി കമ്പി മുറിച്ചു, ക്യാമറ കണ്ണു മിഴിച്ചു, വാർഡന്മാരറിഞ്ഞില്ല എന്തൊരു കഷ്ടം. ചപ്പാത്തി കഴിച്ചു, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വയറു കുറഞ്ഞു. അഴികളിൽ അവനെന്നും കറിയുപ്പു പുരട്ടി, തുരുമ്പതിൽ പടർന്നപ്പോൾ ദുർബലമായി. പറ്റിയ സമയത്തിനവൻ കാത്തിരുന്നു, ഒന്നേ കാലിനവൻ ചാടി. ചാടിയോടി, ഇവരാരും അറിഞ്ഞില്ല. ചാമി കമ്പി മുറിച്ചു, ക്യാമറ കണ്ണുമിഴിച്ചു, വാർഡന്മാരറിഞ്ഞില്ല എന്തൊരു കഷ്ടം. ഇരുമ്പിന്റെ ബ്ലേഡെല്ലാം എവിടന്നു വന്നു, ജയിലിൽ ഇരുമ്പിന്റെ ഹോൾസെയിലാണോ. കയറവനുണ്ടാക്കാൻ തുണിയാരു കൊടുത്തു, ജയിലിന്റെ അകത്തെല്ലാം തുണിക്കടയാണോ. സഹതടവാളിയുടെ തുണി വാങ്ങിക്കൂട്ടി, അവ തമ്മിൽ ചേർത്തു പിന്നി കയറാക്കി അവൻ
വെള്ളമല്ലേ, ഇനി ഇതുപോലാരും ചാടാനിടയാകല്ലേ, ഇടയാകല്ലേ. അധികാരികളെ ജാമി കമ്പി മുറിച്ചു, ക്യാമറ കണ്ണുമിടിച്ചു, വാർഡന്മാരറിഞ്ഞില്ല എന്തൊരു കഷ്ടം. ഒരു പാട്ടുകൂടെ കേട്ടിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. അതെ അതെ. അടുത്ത പാട്ടെന്ന് പറയുന്നത് വെളിച്ചെണ്ണയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്ക് 500 രൂപ വിലയായി. 500 രൂപ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതിനെക്കുറിച്ചൊരു പാട്ടാണ്. അതൊരു വീട്ടമ്മയുടെ സങ്കടം പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് 500, തേങ്ങായ്ക്കോ 100 പാവം വീട്ടമ്മ ഞാൻ. പപ്പടം ഞാൻ ഇന്ന് കാച്ചിയില്ല, സാമ്പാറിൽ കടുകു വറുത്തതില്ല. ഇന്നും ഞാൻ നോക്കി കുറയാൻ ചാൻസ് ഇല്ല, എന്തോ ചെയ്യും ഞാൻ. വെളിച്ചെണ്ണയ്ക്ക് 500, തേങ്ങായ്ക്കോ 100 പാവം വീട്ടമ്മ ഞാൻ. ഓ കേരം തിങ്ങുമി കേരള നാട്ടിൽ കേരമില്ലേ, കേരമില്ലേ. കേരളത്തിനെ ആ പേരു വിളിക്കാൻ നാണമില്ലേ, നാണമില്ലേ. വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിൽ സ്വാദു കാണില്ല, വെളിച്ചെണ്ണ തേച്ചില്ലെങ്കിൽ കേശം മോശമാ. വിലയുടെ ഒരു വിഹിതം കർഷകനു കിട്ടുന്നുണ്ടോ? ഇന്നും ഞാൻ നോക്കി കുറയാൻ ചാൻസ് ഇല്ല, എന്തോ ചെയ്യും ഞാൻ. വെളിച്ചെണ്ണയ്ക്ക് 500, തേങ്ങായ്ക്കോ 100 പാവം വീട്ടമ്മ ഞാൻ. ഓ മണ്ടരി വന്നപ്പോൾ തെങ്ങെല്ലാം വെട്ടി ഞാൻ റബ്ബറാക്കി, റബ്ബറാക്കി. റബ്ബറൊന്നും വേണ്ടിനി തെങ്ങിൻ തൈ 10 വെച്ചാലോ, വെച്ചാലോ. പുതിയ തലമുറയ്ക്കു തെങ്ങു വേണ്ടെന്നേ, തമിഴനും ഗോവക്കാരും നമ്മെ തോൽപ്പിച്ചു. തൽക്കാലത്തെ കുഴപ്പമാകാം, ചിലപ്പോഴി വില കുറയും. ഉള്ളിൽ നീ പോയി തലയിൽ വെളിച്ചെണ്ണ തേച്ചു കുളിച്ചാട്ടെ. വെളിച്ചെണ്ണയ്ക്ക് 500, തേങ്ങായ്ക്കോ 100 പാവം വീട്ടമ്മ ഞാൻ. പപ്പടം വേണേൽ കാച്ചിയേക്കാം, വെളിച്ചെണ്ണ തേച്ചു കുളിച്ചു വരാം. നാവിൽ സ്വാദൂറും കറികൾ നമ്മൾക്ക് വേണ്ടെന്നു വയ്ക്കാനോ, നാവിൽ സ്വാദൂറും കറികൾ നമ്മൾക്ക് വേണ്ടെന്നു വയ്ക്കാനോ, വേണ്ടെന്നു വയ്ക്കാനോ. എന്ത് രസമല്ലേ വരികളൊക്കെ, അടിപൊളി. നല്ലൊരു കേട്ടോ കേട്ടോ ഫെലിച്ചേട്ടന്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങളിപ്പോൾ 4 പേര്. പപ്പ, എൻ്റെ പപ്പായുണ്ട്. പപ്പ എന്ന് പറയുന്നത് ഷാജോണിൻ്റെ അധ്യാപകനാണ്. പിന്നെ ഞങ്ങൾ 4 പേരാണ്, ഞാനും വൈഫും മോനും. പ്രൊഫഷണൽ എന്തായിരുന്നു? അനിമേഷൻ. അതെന്താ പറയാത്തത്? നമ്മൾ കാണുന്ന കൊച്ചുകുട്ടികളുടെ കാർട്ടൂണിൻ്റെ ഒക്കെ മെയിൻ തലയാണോ നിൽക്കുന്നത്? അതെ, അതിലൊരു കാർട്ടൂണിൽ വി ഡി രാജപ്പൻ സാറ് സൗണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വില്ലൻ റോളിൽ. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ ഇവിടെ വന്നതിലും. നമുക്ക് ഈ പാരഡിക്ക് വേറൊരു മാറ്റം വരുത്തിയത് ഫെലിക്സ് ബായി ആണ് എൻ്റെ ഒരു നോട്ടത്തിൽ കേട്ടോ. നേരത്തെ പാരഡി എന്ന് പറയുമ്പോൾ സിനിമാ പാട്ടുകൾ ആ ഒരു ഇതിലല്ലേ അങ്ങ് പോകുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തോന്നുന്ന ഒരു ആക്ഷേപഹാസ്യം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അതെ, അതിപ്പോൾ നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് കൂടുതലും, അല്ലേ? അതെ അതെ, കൂടുതലും അതാണ് ബേസിക് ആയിട്ട്. ചിരിയേക്കാൾ കൂടുതൽ ചിന്തയും കൂടെ ചേർത്തിട്ടാണ്. വെളിച്ചെണ്ണയുടെ പാരഡി എന്ന് പറയുന്നത് ശരിക്കും ഈ കാലഘട്ടത്തിന്റെ ഒരു ഗാനമാണ്. അത് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും ആ ഗാനം കേൾക്കാൻ. അതെ അതെ, നമുക്കൊരു 500 രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനകത്തൊരു പ്രതിഷേധമുണ്ട്. അതെ അതെ അതെ, എല്ലാം ഉണ്ട് ചേർന്ന്. നമ്മൾ ഈ പറയുന്ന പോലെ എന്റർടൈൻമെന്റ് പ്ലസ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഉണ്ട്. അതെ അതെ. അപ്പം നമ്മൾ ചില സമയങ്ങളിൽ വിമർശിക്കപ്പെടേണ്ട കാര്യം എന്റർടൈൻമെന്റ് വേണം, ചില കാര്യങ്ങൾ വിമർശിക്കപ്പെടണം. ഈ വിമർശിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ
മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കാതെ നമുക്ക് പറയേണ്ട കാര്യം പറയാം, അത് മനോഹരമായ വാക്കുകളിലൂടെ പറയാം എന്നുള്ളതിലാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് സോൾ ഇരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ കോവിഡ് ടൈമിൽ അധികം വീഡിയോസ് കണ്ടിട്ടില്ല, പക്ഷേ ഫെലിക്സ് ചേട്ടൻ്റെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ലജ്ജാവതിയ സോങ്ങിൻ്റെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും ചേട്ടൻ പല കാര്യങ്ങൾ പാടുമ്പോൾ അല്ലെങ്കിൽ പല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചേട്ടൻ്റെ ക്വാളിറ്റി ഓഫ് സോൾ കളയാതെ അത് മനോഹരമായിട്ട് പിക്ചറൈസ് അല്ലെങ്കിൽ പാടാറുണ്ട്, അത് മറ്റുള്ളവർക്ക് നൽകാറുണ്ട്. അതിനൊരു സ്പെഷ്യൽ കൈയടി ഞാൻ ചേട്ടന് തരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇരുന്നല്ല, ഞാൻ അവിടെ വന്ന് ചേട്ടനൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്ലീസ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഈ പറഞ്ഞ പോലെ കോവിഡ് ടൈമിൽ ആണ് ഇങ്ങനൊരു മേഖലയിലേക്ക് വന്നതെന്ന് പറയുന്നു. അതിലിപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കാര്യം ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പാരഡി ഗാനത്തിലൂടെ ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. പിന്നെ സർക്കാസ്റ്റിക്കലി ഒരുപാട് പേരെ കൊട്ടുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലോറിൽ വരാൻ, ഞങ്ങൾക്ക് കാണാനും ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാനും സാധിച്ചതിൽ ഒത്തിരി 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 സന്തോഷം. ഇനി ഇടയ്ക്ക് ഇത്രയും വഹിക്കാതെ ഇടയ്ക്ക് ഞങ്ങളുടെ ഫ്ലോറിലേക്ക് വന്ന് ഇതേപോലെ ഇടയ്ക്ക് തീർച്ചയായും 1-2 സെഷൻസ് ഒക്കെ ഞങ്ങൾക്ക് വേണം. തീർച്ചയായും വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഫെലിക്സ് ചേട്ടന് നല്ലൊരു കൈയടി. താങ്ക് യു ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംമാരുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ചിരിച്ചു, നമ്മൾ ഒരുപാട് ആസ്വദിച്ചു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാ എപ്പിസോഡും പോലെ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ പോയി റെസ്റ്റ് എടുക്കാം അല്ലേ? അതെ. നാളെ അടുത്ത എപ്പിസോഡിൽ ചിരിക്കാനുള്ള ശക്തി, ആവാഹിച്ച നല്ലൊരു ഉറക്കം കൊടുത്തിട്ട് നമ്മൾ ഇതിലും എനർജി ആയിട്ട് തിരിച്ചു വരുന്നു. പോകുന്നതിന് മുമ്പ് നമ്മുടെ അയമന സ്വദേശികൾക്ക് ഒരു നല്ല കൈയ്യടി കൊടുക്കണം. നല്ല ഉഷാർ ഓഡിയൻസ് ആയിരുന്നു. അടുത്ത 2-3 എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കാണുമല്ലോ. അപ്പൊ പിന്നെ നമുക്കങ്ങോട്ട് പോകാലോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ ചിരികൾ നമുക്ക് കാണാനുണ്ട്, കൂടുതൽ കൗണ്ടറുകൾ കേൾക്കാനുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.